എടുക്ക സോർദാറിന് എങ്ങനെ അറിയാനാ? നമുക്ക് കുക്കീസ് ഒളിപ്പിച്ചു വെച്ചിട്ടേ ഒറ്റയ്ക്ക് കഴിക്കാം. വിഷമിക്കണ്ട, സ്റ്റൗ കത്തിക്കൂ, ബണ്ണി പക്കോട റെഡി. എനി ഡൗട്ട്? എല്ലാം മാവ് നീ നശിപ്പിച്ചു. പക്കോട കഴിക്കാൻ എനിക്ക് വളരെ കൊതിയുണ്ടായിരുന്നു. ഇവരെ പൊക്കിയെടുത്ത് ഗ്യാസ് സ്റ്റവിൽ ഇരുത്ത്. സൂപ്പർ ആയിട്ട് ഒരു പക്കോട റെഡിയായി കിട്ടും. ഇനി നമുക്ക് പക്കോട ചെയ്യാം. എല്ലാരും വരൂ. പാർട്ടിയിൽ ഞാനാണ് ഹീറോ. ഒരു തവണ ഞാൻ കമ്മിറ്റ്മെന്റ് കൊടുത്താൽ പിന്നെ ഞാൻ പറയുന്നത് ഞാൻ തന്നെ കേൾക്കില്ല. അയ്യോ, എന്റെ മൊബൈൽ എവിടെ പോയി? ഹലോ ഹലോ, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല. എന്ത്, ഇവിടെ സിഗ്നൽ കിട്ടുന്നില്ല? എടാ മണ്ട, വീട്ടിനകത്ത് ശരിക്കും സിഗ്നൽ കിട്ടില്ലടാ, പുറത്തെ സിഗ്നൽ കിട്ടൂ. ഓ, എന്റെ മൊബൈലിൽ സിഗ്നൽ ഉണ്ടായിരിക്കില്ല. ഞാൻ ഇപ്പൊ തന്നെ പുറത്തു വരാം. മാഡം ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും എല്ലാം അലക്കാൻ പറഞ്ഞിട്ടുണ്ട്. വേഗം വാഷ് ചെയ്താൽ നന്നായിട്ട് അഴുക്ക് പോകും. ടെമ്പറേച്ചർ ഞാൻ കൂട്ടി വെക്കാണ്. ഹണിയുടെ ജാക്കറ്റ്. ഇവൻ ഹണിയുടെ ജാക്കറ്റിനെ കീറി. വാ, ചെന്ന് ഹണിയുടെ അടുത്ത് പറയാം. ഒരു മിനിറ്റ് നിൽക്ക്. കുറച്ച് സമയം നമുക്ക് ഹണിനെ പേടിപ്പിക്കാം, കരയിപ്പിക്കാം, എന്നിട്ട് പോയി സത്യാവസ്ഥ പറയാം. നീ മേഡത്തിന്റെ അടുത്ത് തന്നെ കംപ്ലൈന്റ് ചെയ്തില്ലേ? നീ ഇനി എന്താ ചെയ്യുന്ന എനിക്കൊന്ന് കാണണം. ദേ ഹണി ഇങ്ങോട്ടേക്കാ വരുന്നത്, കണ്ടോ? ആവശ്യമില്ലാത്ത കാശൊക്കെ വേസ്റ്റ് ആക്കി കളഞ്ഞു. ഇതൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാമായിരുന്നു. ഈശ്വര ഒരു കാര്യം ഉണ്ടാക്കിയ അത് അക്സെപ്റ്റ് ചെയ്തോളൂ. വീണ്ടും അത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? ദൈവം സൃഷ്ടിച്ചു വന്നോ? അതെ, ഈ റെസ്റ്റോറന്റ് കുക്കിന്റെ പേര് ഈശ്വരദാസ്. നിന്റെ കണ്ണുകളെ പ്രസ് ചെയ്ത് അങ്കിൾ ടോർച്ച് അടിച്ച് ചെക്ക് ചെയ്യാം. ഗോവയില് മേടിച്ച ഡ്രസ് നിനക്ക് ഫാൻസി ഡ്രസ് പോലെ ഉണ്ടോ? നിങ്ങൾ ഗോവയിൽ പോയിരുന്നോ? എനിക്ക് പിക്ചേഴ്സ് വളരെ ഇഷ്ടാ. എനിക്കും ഇഷ്ടാണ്. കഴിക്കുന്നത് വിട്ടിട്ട് ഞാൻ ഈ ഡ്രസ് ഇട്ടിരിക്കുക. എന്റെ ഡ്രസ് കണ്ടിട്ട് ഞാൻ എവിടുന്നാ വരുന്നെന്ന് പറ. നിങ്ങൾ ഹിമാചൽ ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ ശരിക്കും എവിടുന്നാ വരുന്നത്? രാത്രി ആയാൽ എല്ലാരും കടന്നുറങ്ങും. അപ്പൊ ഹിമാചൽ ഡ്രസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഹിമാചലിൽ നിന്നല്ലേ വരുന്നേ. എല്ലാരും കൈകോട്ട്. വാവ്, എനിക്ക് മലകൾ ഒരുപാട് ഇഷ്ടാണ്. എനിക്കും കൂടെ. സംശയമുണ്ടോ? ഇവിടെ വാ. നിനക്ക് സംശയം ഒന്ന് തോന്നുകയാണോ അതോ സംശയം ഒന്ന് പറയണോ? ഈ പാസ്ത കഴിക്കണമെന്നും പറഞ്ഞ് എന്തിനാ വാശി പിടിക്കുന്നത്? അരേ വാ, നിങ്ങൾ രണ്ടുപേരും ചേർന്ന് സിംഹത്തെ കൊല്ലാനാണോ നോക്കുന്നത്? ഹേ, സിംഹമൊന്നുമല്ല. 15 ദിവസം ആവുമ്പോ നന്നായിട്ട് കഴിക്കണമെന്ന് തോന്നുന്നു, അത്ര തന്നെ. എല്ലാരും കൈതട്ടെ. മാഡം, ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്. സീ ഫുഡ്. ആ മാഡം, സീ ഫുഡിന്റെ ടേസ്റ്റ് അപാരല്ലേ? ബീച്ചിലിരുന്ന് കഴിക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇനിയും സ്വാദ് കൂടും. നമുക്ക് ചുറ്റിക്കറങ്ങാൻ ബീച്ചസിലേക്ക് പോകാം. ഫ്രഷ് ആയ കാറ്റ്, സൂപ്പർ മീനുകള്. ഒന്ന് ആലോചിക്കേ, നമ്മൾ ബീച്ചിൽ സൺബാത്ത് എടുക്കുന്നു, ഷെഫ് വെറൈറ്റി ഡിഷും കൊണ്ട് തരുന്നു. ഒരു സൈഡ് മീൻ കഴിക്കുന്നു, ഒരു സിപ്പ് ജ്യൂസ് കുടിക്കുന്നു. എടോ, മീനില് മുള്ളുണ്ടാകും, അത് തൊണ്ടയില് കുരുങ്ങും. സംശയമുണ്ടോ? വേണ്ട വേണ്ട, ഫിഷ് വേണ്ട. ബണ്ണി, ആരും നമ്മളെ നോക്കുന്ന പോലുമില്ല. ഒരു മിനിറ്റ്,
ആരും നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല. എന്റെ കോൺഫിഡൻസ് കുറയാ. ജോസാർ എന്ത് പറ്റി? എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? കഴിക്കാൻ എന്തെങ്കിലും വേണോന്ന് പോലും നമ്മളോട് ആരും ഒന്നും ചോദിക്കുന്നില്ല. കരയുന്നൊന്ന് നിർത്ത്, ഞാൻ എന്തെങ്കിലും ചെയ്യാം. വെയിറ്റർ, ഇങ്ങ് വരൂ. ഹഹാ, ഞാൻ ആരാണെന്ന് അറിയോ? അറിയില്ല. ഒരു പ്രശ്നവുമില്ല. ഹീറോയെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പാർട്ടിയിൽ ശ്രദ്ധിക്കണം. അതിന് പന്നീർ കഴിക്കണം. ആ, ഇവിടെ ഭക്ഷണം കിട്ടുമോ? Yes, of course. ഇതെല്ലാം കൂടെ എങ്ങനെ കഴിക്കാനാ? ഇത് നിങ്ങൾക്ക് കഴിക്കാനല്ല, വെയിറ്റേഴ്സ് തന്നെ എല്ലാം കഴിച്ചാൽ സെലിബ്രിറ്റീസ് എന്ത് കഴിക്കും? ഒന്ന് പോവൂ, സെലിബ്രിറ്റീസിന് കൊണ്ടുപോയി സെർവ് ചെയ്യേ. ഞങ്ങളെ കണ്ട വെയിറ്റേഴ്സിന് പോലെ തോന്നുന്നു. ഇതാ കണ്ടോ ഇൻവിറ്റേഷൻ കാർഡ്. ഞങ്ങൾ സെലിബ്രിറ്റീസ് ആണ്. ഓ സോറി സർ, എന്നെ ഒന്ന് ക്ഷമിക്കൂ സർ പ്ലീസ്. കണ്ടിട്ട് മനസ്സിലായില്ല, അതുകൊണ്ടാ. ഇന്നത്തെ കാലത്ത് ഒരു രാത്രിയിൽ തന്നെ എല്ലാരും വലിയ സെലിബ്രിറ്റി ആയിക്കൊണ്ടിരിക്കല്ലേ. നിങ്ങൾക്ക് ആദ്യം തന്നെ പറഞ്ഞിരിക്കാലോ. ആദ്യം ഡ്രസ് എന്ന് പറഞ്ഞു, ഇപ്പൊ മുഖത്തെ കുറിച്ച് പറഞ്ഞ് നാണം കെടുത്തുന്നു. Yes, sir. അതായത് ഇല്ല, നോ സർ, നോ സർ, ഐ മീൻ സോറി സർ. എല്ലാരും എനിക്ക് അറിയില്ലല്ലോ സർ. അവിടെ നോക്കൂ, കഴിഞ്ഞ മാസം വരെ അവൻ എന്റെ റെസ്റ്റോറന്റിൽ പാത്രം കഴുകിക്കൊണ്ടിരിക്കായിരുന്നു സാർ. തട്ട് കഴുകി അടുക്കുന്നത് തന്നെ അവനൊരു റീലായിട്ട് ഇടായിരുന്നു സാർ. പെട്ടെന്ന് അത് കയറി അങ്ങ് ട്രെൻഡായി. ഇപ്പൊ എല്ലാ കിച്ചൺ അപ്ലയൻസസിനും അവനാ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് ഇരിക്കുക. അതുകൊണ്ട് തന്നെ ക്ഷമിക്കണം. സോറി. നിനക്ക് എന്താ ഡാൻസ് കളിക്കാൻ അറിഞ്ഞൂടെ? നമ്മുടെ പാർട്ടിയിൽ ഇവനൊക്കെ എന്താ കാര്യം? വേഗം സെക്യൂരിറ്റി വിളിക്ക്. ഇവൻ ഇവിടുന്ന് വേഗം പുറത്താക്കണം. ക്ഷമിച്ചത് മതി. വെസ്റ്റ് കൺട്രോളിന്റെ സ്മെല്ലെല്ലാം പോയിട്ടുണ്ടാവും. ജോർദാർ, പോയി തുറക്ക. ചാവി എന്റെ അടുത്ത് ഇല്ലല്ലോ, ഇപ്പൊ എന്താ ചെയ്യാ? അല്ല, ചാവില്ലാതെ എങ്ങനെ തുറക്കും? പക്ഷെ ചാവി പൂപ്പട്ടിന്റെ അടുത്തുണ്ടല്ലോ. ഓരോ പ്രശ്നത്തിനുള്ള ചാവി എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഈ വീടിന്റെ ചാവി എന്റെ കയ്യിലില്ല. എനി ഡൗട്ട്? നിന്റെ കയ്യിൽ എല്ലാ പ്രോബ്ലത്തിന്റെയും ചാവി ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അഥവാ ഏതെങ്കിലും ഇതിന് സെറ്റ് ആയാലോ? ഞാൻ വീണ്ടും എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞോ? എത്ര തവണയായി പറയുന്നു, ഞാൻ സമ്മതിച്ചില്ലേ? മണ്ടത്തരം പറഞ്ഞു പോയി. ആരാ ഈ വീട് ഈ പൂട്ടിട്ട് പൂട്ടിയത്? അതെ, വേഗം ചാവി ഒന്ന് തിരക്ക്. ഞാൻ ഈ വെയിലിൽ റോസ്റ്റ് ആകുന്നാ തോന്നുന്നേ. എന്നാ വാ, നമുക്ക് ജനൽ വഴി പോകാം. ഹലോ, ഞാൻ ഹണിയാണ് സംസാരിക്കുന്നത്. പൂട്ടും ചാവി ഉണ്ടാക്കണം, ഒന്ന് വീട്ടിലേക്ക് വരാവോ? ശരിയാടാ, ഞാൻ വന്നേക്കാം. എങ്ങനെ കാത്തിരിക്കുന്ന പോലെ വലിയ ശിക്ഷ ഈ ലോകത്തിലില്ല. 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഫോൺ ചെയ്യേ. ഹലോ, നിങ്ങൾ ഇത് എവിടെയാ ഉള്ളത്? ഞാനിപ്പോ ബസ് സ്റ്റോപ്പ് വന്നതേ ഉള്ളൂ. പട്നയിൽ നിന്ന് വരികയല്ലേ, 2 ദിവസം ആവും എത്താൻ. കൊച്ചേട്ടാ, 2 ദിവസം ആവും അത്രേ. അവൻ ഇപ്പോഴും പട്ന ബസ് സ്റ്റോപ്പിലാണത്രേ ഉള്ളത്. എടാ മണ്ട, അപ്പൊ 2 ദിവസം ഇവിടെ ഇങ്ങനെ നിക്കണോ? ഇല്ല, കണ്ണൻ ചേട്ടന്റെ വീട്ടിലേക്ക് പോകാമല്ലോ. ഹണി, ദേ നോക്ക്, നല്ല ഡിസൈനർ കുടുത കണ്ടോ? അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്? അല്ല, നീ ഇന്ത്യൻ ഹീറോ അല്ലേ? ഇന്ത്യൻ ഡ്രസ്സിൽ പോയാൽ സ്മാർട്ട് ആയിട്ടുണ്ടാക്കും. സ്മാർട്ട്? പക്ഷെ കുർത്തേന്റെ കൂടെ ജാക്കറ്റ് ഇട്ടാ രസം ഉണ്ടാവില്ല.
അല്ല, ഇന്ത്യൻ ഡ്രസ് ഇടുമ്പോ ജാക്കറ്റ് എന്തിനാ ധരിക്കുന്നത്? മാഡം എത്ര സ്നേഹത്തോടാണ് വാങ്ങിച്ചു തന്നത്. ചിലപ്പോ ആ ജാക്കറ്റ് ഇട്ടില്ലെങ്കിൽ മാഡം ഫീൽ ചെയ്യില്ലേ? ഫും. ഒന്ന് ആലോചിച്ചോക്ക്, മാഡം ഫീൽ ചെയ്യും. അതിനുശേഷം ഇരുന്ന് കരയും, ഒന്നും കഴിക്കില്ല. പിന്നെ മാഡം പേഷ്യന്റായി മാറും. ഇല്ല ഇല്ല, ഞാൻ മേഡത്തിനൊന്നും സംഭവിക്കാൻ വിടില്ല. ഞാൻ വൈകുന്നേരം പാർട്ടിക്ക് ആ ജാക്കറ്റ് ഇട്ടുകൊണ്ട് തന്നെ പോവും. ഒരുപക്ഷെ ഇവൻ സത്യം മനസ്സിലാക്കിയാൽ. ആ, 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 ആ. ഹണി ഇന്ന് എന്നെ വിടില്ല. എനിക്ക് വിശക്കുന്നു. വാ, നിനക്ക് ഞാൻ നിന്റെ ഫേവറേറ്റ് ചീസ് സാൻഡ്വിച്ച് ഉണ്ടാക്കി തരാം. ആരെങ്കിലും സ്നേഹത്തോട് സംസാരിച്ചാൽ അതിൽ എന്തോ തെറ്റുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. എനി ഡൗട്ട്? എന്ത് തെറ്റാകാനാണ്? അങ്ങനെ തെറ്റൊന്നുമില്ല. വാ ഹണി, ചീസ് സാൻഡ്വിച്ച് ഉണ്ടാക്കി തരാം. സോസ് എവിടെ പോയി? ഇതാരുണ്ടാക്കിയതാ? ഓ സോറി, ഭാഗ്യം നീ ആ ജാക്കറ്റ് ഇട്ടിട്ടില്ല, അല്ലെങ്കിൽ പഴുക്കായേനെ കേട്ടോ. ജാക്കറ്റ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടല്ലോ. കട്ടിലിന്റെ മേലെ വെച്ചതായിരുന്നു. പെട്ടെന്ന് തന്നെ കബോർഡിനകത്തേക്ക് വെച്ചേക്കാം. അല്ല ഹണി, നീ എന്തിനാ ജാക്കറ്റിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നത്? ഇന്ന് വൈകുന്നേരം ഹണി അത് തന്നെയാണ് ഇടേണ്ടത്. ഹണി, ആ ജാക്കറ്റിനൊപ്പം ഹാറ്റും ഇട്ടാ നന്നായിട്ടുണ്ടാവും. വാ, നമുക്ക് പോയി വാങ്ങിച്ചോണ്ട് വരാം. ഓക്കേ. രക്ഷിക്കണേ! എന്തായാലും നിങ്ങൾക്ക് ആപത്ത് ഉറപ്പാണ്. അതുപോലത്തെ ആപത്തായ സ്ഥലത്ത് നമുക്ക് പോടാനേ പാടില്ല. മനസ്സിലായോ? ആ, മഞ്ഞുമലയിൽ നിന്ന് നിങ്ങൾ വീണാൽ നിങ്ങളുടെ വായിൽ മഞ്ഞുകട്ട പോകും. പിന്നെ നമുക്ക് വായിൽ സിറപ്പ് ഒഴിച്ചിട്ട് അത് ഐസ്ക്രീം ആക്കി മാറ്റാം. പക്ഷെ ബീച്ചിൽ വായിക്കകത്ത് പോകുന്നത് മണലായിരിക്കും. അയ്യോ വേണ്ട. മാഡം, ഇവര് പറഞ്ഞ കേക്കണ്ട, ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞു തരാം. അയ്യോ, ഈ കാന്റീനിലെ സ്വീറ്റിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോപ്പറ്റ് ഉണ്ടാക്കിയതാണല്ലോ. പോപ്പറ്റിന്റെ കയ്യിൽ നിന്ന് ശരിക്കും കിട്ടും. അയ്യോ, ആരും കണ്ടില്ല. ഇനി ഞാൻ പറയാതെ പോപ്പറ്റ് എങ്ങനെ അറിയാനാണ് ഈ തീ ഞാനാ കത്തിച്ചതെന്ന്? ഞാനൊരു കഴുതയാണെന്നതൊക്കെ ശരി തന്നെ, പക്ഷെ ബുദ്ധിമാനായ കഴുതയാണ്. ഞാൻ വളരെ ഇന്റലിജന്റ് ആണ്. എടാ ചോട്ടു, റോസാപ്പൂ പറിച്ചെടുത്ത് നിനക്ക് തീയലുണ്ടാക്കാൻ അറിയാം അല്ലേ? ഈ വാർത്ത ലോകം അറിഞ്ഞാൽ എല്ലാരും അടുക്കളയ്ക്കും തീ പിടിച്ചതുപോലെയാവും. അഭിനന്ദനങ്ങൾ. തീ തീ തീ. ആ കാന്റീനിൽ തീ കൊടുത്തത് ഞാനാണെന്ന് ഇവന് സംശയം തോന്നിയെന്ന് തോന്നുന്നു. ഓടി രക്ഷപ്പെടാം. ഏ, അവനെന്തിനാ ഓടിയത്? ഞാൻ പറഞ്ഞ അവൻ ഇഷ്ടപ്പെട്ടില്ലേ? ഇതൊക്കെ ഉണങ്ങിയ ഇലകളാണ്, വെറും ചപ്പും ചവറും. ഇത് എനിക്ക് കണ്ടെടുത്താ കണ്ടൂടാ. ഞാൻ കുറച്ചുകൂടെ തൂത്ത് കൊണ്ടുവരാം. നീ ഇവയ്ക്കെല്ലാം തീ കൊളുത്തണം. തീ തീ തീ. ഞാനെന്തിനാ തീ കൊടുക്കുന്നത്? ഞാൻ ഇതുവരെ ഒരു സാധനത്തിനും തീ കൊടുത്തിട്ടില്ല. എനിക്ക് തീ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തേ ഇല്ല. ഹണി, അയ്യോ അയ്യോ ദൈവമേ, ഇവർക്ക് മനസ്സിലായി കാണോ? എങ്കിൽ ഇവര് വാർത്തയുണ്ടാക്കി നാട്ടുകാരെ മൊത്തം അറിയിക്കും. ഓടിക്കോ ഹണി, ഓടിക്കോ.
അയ്യോ, ഈ ഉറുമ്പുകളെല്ലാം കൂടി എന്റെ കാലിൽ കടിക്കുന്നല്ലോ. ഹൈ ചേടാ ഈ ഹണി ഇത് എവിടെ പോയി കിടക്കാണ്? കൃത്യമായി അന്വേഷിച്ചാൽ നമുക്ക് ദൈവത്തെ പോലെ കണ്ടെത്താൻ പറ്റും. അന്വേഷിച്ചുകൊണ്ടിരിക്കൂ, അവരെ നമുക്ക് കണ്ടെത്താൻ പറ്റും. സംശയമുണ്ടോ? എവിടെയാ ഒളിക്കുക, എവിടെയാ ഒളിക്കുക? ആ, ഈ സ്ഥലം കൊള്ളാം. അവരൊക്കെ ആ ഭാഗത്തോട്ട് പോയി, ഞാനെന്നാ ഈ ഭാഗത്തോട്ട് പോവാം. അയ്യ, ഞാൻ ഈ നഗരം വിട്ട് ഓടിപ്പോവാണെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി കാണോ? അയ്യോ, വല്ലാതെ വിശക്കുന്നല്ലോ, വല്ലതും പോയി കഴിക്കാം. പിടിക്കവനെ, അവനാണ് തീ വെച്ചത്, അവനെ പിടിക്ക്. എന്റെ ദൈവമേ, പോലീസ്! അയ്യോ, ഓടിക്കോ. പോലീസ് ഹണിയുടെ പുറകെ, ഹണിയാണെങ്കിൽ പോലീസിന്റെ മുന്നിലും. എന്തൊരു ടെൻഷനായത്, ദൈവമേ. ഈ വിലങ്ങിന്റെ ചാവി വെച്ച് നമുക്ക് പൂട്ട് തുറക്കാൻ ട്രൈ ചെയ്ത് നോക്കിയാലോ? ഇത് എന്താ നിങ്ങൾ ഈ കാണിക്കുന്നേ? ഞങ്ങള് കീ ഇവിടെ അന്വേഷിക്കുകയായിരുന്നു. കീ അല്ല, കീബോർഡേ ഉള്ളൂ. ആവശ്യമില്ലാതെ തലച്ചോറ് ഉപയോഗിക്കുകയാണെങ്കിൽ തലച്ചോറ് പൊട്ടിത്തെറിക്കും. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കാതിരുന്ന പോരെ. ഞാൻ എന്താ പറയുന്നത്, അത് മേടിച്ചോണ്ട് പോവും. ആഹാ, നിങ്ങൾ അടിപൊളിയാണല്ലോ. ആ, അടിപൊളി തന്നെ, ജെന്റിൽമാൻ ആണ്. പക്ഷെ നിങ്ങള് ഈ ഷോപ്പിന്റെ ഓണർ അല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ ആരാ? ഞാൻ വിചാരിച്ചതിനേക്കാളും നിങ്ങൾ ക്ലെവർ ആണ് കേട്ടോ. ഞങ്ങള് കീബോർഡ് അല്ല, ഞങ്ങളുടെ വീടിന്റെ കീ ആണ് അന്വേഷിക്കുന്നത്. അതോ, അതെന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടല്ലോ. അത് എനിക്ക് തരൂ. ഞാൻ എന്തിനു തരണം? തനിക്കെന്താ ഭ്രാന്താണോ? ഞങ്ങളുടെ വീടിന്റെ ചാവി ഞങ്ങൾക്ക് തരില്ലെന്നാണോ? ആ? എന്ത്, നിങ്ങളുടെ വീടെന്നോ? എന്തൊക്കെയോ സംസാരിക്കുന്നത്? നീ ഒരു വക്കീലാകാമായിരുന്നില്ലേ? ഞാൻ വക്കീൽ തന്നെയായിരുന്നു. കേസൊന്നും കിട്ടാത്ത കാരണം ഞാൻ കട വെച്ചതാ. വേണ്ടാത്ത സംസാരിക്ക. ഞാൻ എന്നെ നിങ്ങളുടെ അടുത്ത് പ്രതികാരം ചെയ്യാൻ വന്നിരിക്കാ. തീർച്ചയായും ഞാൻ എന്റെ പ്രതികാരം തീർക്കുന്നവരെ നിങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല. അല്ല ചേട്ടാ, നിങ്ങള് ബോസ് അല്ല, ടോസും അല്ല, റൗഡി അല്ല, ആശാനല്ല. മനസ്സിലായോ? എന്തൊക്കെ കോപ്രായടാ പറഞ്ഞു കൂട്ടുന്നേ? എനിക്കറിയാടാ, ഞാനാ എല്ലാവർക്കും ബോസ്. നിങ്ങള് ബോസ് അല്ല, ഞങ്ങളുടെ ചേട്ടനാണ്. നിങ്ങളാണ് ഞങ്ങൾക്ക് ഹീറോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട് ഞാനാ ഇവിടുത്തെ ഹീറോ എന്ന്. ചേട്ടാ അടിച്ച് സൂപ്പാക്കിയാലോ? ശരി, ഇവന്മാരെ അടിച്ച് ശരിപ്പെടുത്തി എവിടെയെങ്കിലും കൊണ്ടുപോയി കളയ. നല്ലവർക്കുള്ള നല്ല കാര്യങ്ങളൊക്കെ ദേഷ്യം നശിപ്പിക്കും. ചേട്ടാ, അവന്മാര് നിങ്ങൾക്ക് തന്നെ ക്ലാസ് എടുക്കുന്നോ? എല്ലാരും ഇവിടെ തന്നെ പിടിച്ചു വെക്ക്. നിങ്ങളുടെ അടുത്ത് പ്രതികാരം തീർക്കാതെ ഇന്ന് ഞാൻ നിങ്ങളെ വിടാൻ പോകുന്നില്ല. ചേട്ടാ, ഈ ഐസ്ക്രീം കഴിച്ചിട്ടില്ലേ? ഇത് തൊണ്ടയിൽ ഇങ്ങനെ തണുത്തിറങ്ങും. ഞങ്ങള് ദുഃഖത്തിരിക്കുമ്പോ നിങ്ങൾ ഇങ്ങനെ ഐസ്ക്രീം കഴിക്കുന്നതിൽ ഒട്ടും ശരിയല്ല. മനസ്സിലായോ? നിങ്ങളൊരു സുഹൃത്തല്ല. എടാ ചേട്ടാ, നീ വീണ്ടും വന്നോ? ആ, അതുകൊണ്ടാണ് നീ എങ്ങനത്തവനാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയേ. ചേട്ടാ, എന്താ ചേട്ടാ സംസാരിക്കുന്നേ? ചൊട്ടി ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വന്നു, ഞാനത് കഴിച്ചു. അതെ, ഞാൻ ജിം ജോയിൻ ചെയ്തിട്ടില്ലേ? ഇനി ഞാൻ ഡെയിലി ഐസ്ക്രീം കൊണ്ടുവരും. അതെ, തൂക്കുന്ന നേതാവേ, കൈ കൊണ്ട് ഓരോ ഇലകളൊക്കെ എടുത്ത് നോക്ക്.